ഐക്യു എന്ന ബ്രാൻഡിന് മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്കിടയിൽ ഇപ്പോൾ ഒരു മികച്ച സ്ഥാനമുണ്ട്. കാരണം മികച്ച കുറേ ഫോണുകൾ പുറത്തിറക്കിയ ഒരു ബ്രാൻഡാണ് ഐക്യു. അപ്പോൾ അത്തരത്തിൽ ഐക്യു എന്ന ബ്രാൻഡിൽ നിന്ന് 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നു എന്നുള്ളതാണ് ഐക്യു C9 ലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത. കാണാൻ ഗുഡ് ലുക്കിംഗ് ആണ്, എസ്പെഷ്യലി ആ ഒരു കളറും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ ഐക്യുവിന്റെ മിക്ക ഫോണുകളും വരുന്ന അതേ രീതിയിലുള്ള ഒരു കറുത്ത ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോണും വന്നിരിക്കുന്നത്. ഇവിടെ ഐക്യു എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ C9 ലൈറ്റ് ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അണ്ടർ 10,000 നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ, അത് മാറ്റി വയ്ക്കുന്നു. കൂടാതെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ ഒരു ബാക്ക് കേസാണ്. അപ്പോൾ വില കുറവാണെങ്കിലും നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു കേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. അതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് A to C ചാർജിങ് കേബിളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പണ്ട് 10,000 രൂപയിൽ താഴെയൊക്കെ മൈക്രോ USB ചാർജിങ് കേബിളുകൾ വന്നിരുന്ന ഒരു കാലം കുറച്ച് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല. സിം ഇജക്ടർ പിൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു ചാർജറും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഫോണിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ എന്തായാലും കൊടുത്തിട്ടുണ്ട്, അതും ഈ പ്രൈസ് പോയിന്റിൽ. എനിവേ നമുക്ക് ഫോണിലേക്ക് വരാം. ഐക്യു C9 ലൈറ്റ് ഈ ഒരു ട്രാപ്പ് ഒന്ന് അഴിക്കട്ടെ. യെസ്, ഞാൻ ഇതിൻ്റെ ഫോട്ടോയൊക്കെ നേരത്തെ ഞാൻ ഓൺലൈൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഒരു കളർ തന്നെയാണ്. നോക്കി, ബ്രൗൺ കളർ. നേരത്തെ ബ്രൗൺ കളറിലെ ഫോണുകൾ നമ്മൾ 1-2 എണ്ണം കണ്ടിട്ടുണ്ട്, പക്ഷേ 1-2 എണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ആ കളർ അടിപൊളിയായിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് കയ്യിലിരിക്കുന്ന ഒരു ഫീല് നൽകുന്ന ഒരു ബ്രൗണിഷ് കളറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഐക്യു എന്ന് എഴുതിയിട്ടുണ്ട്. 2 ക്യാമറകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗം ഗ്ലോസിയാണ്. കൊള്ളാം, നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഫ്രെയിം ഒക്കെ കണ്ടില്ലേ, അത് ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ബോക്സി ഫീലാണ്. മുകളിൽ സ്പീക്കർ ഗ്രില്ല് കാണാം. അതുപോലെ ഇവിടെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ. ചാർജിങ് Type C പോർട്ടാണ്. കാഴ്ചയ്ക്ക് 10,000 രൂപയുടെ ഫോൺ എന്ന ഒരു ഫീൽ അല്ല നമുക്ക് നൽകുന്നത്. കുറച്ചും കൂടി ഒരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ ആണ് ഐക്യു C9 ലൈറ്റ്. ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഇതിന്റെ ഈ ഒരു ഫ്രെയിമും പ്ലാസ്റ്റിക് തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം, ഫോണിനകത്ത് ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്സെറ്റ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും കാണാത്ത ഒന്നാണ്. ചാർജിങ്ങിന് Type C പോർട്ടാണ്. അതുപോലെ സിം ട്രേയെ പറ്റി പറഞ്ഞാൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ മെമ്മറി കാർഡ് ഇടാം, അല്ലെങ്കിൽ 2 നാനോ സിം കാർഡുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. എന്നാൽ സാധാരണ ചില വില കുറഞ്ഞ ഫോണുകൾ കാണുന്നത് പോലെ തന്നെ ഇതിനകത്ത് സെക്കൻഡറി മൈക്ക് കൊടുത്ത് കാണുന്നില്ല. 185 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ വളരെ സുഖമാണ്. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ഒന്നുമല്ല. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തെ വിലക്കുറവ് കൃത്യമായിട്ട് നമുക്ക് കണ്ണിൽ ഉടൻ തന്നെ നമുക്ക് ഉടക്കും. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ 2024 ഇറങ്ങിയ ഫോണുകളിൽ ഒരു ആദ്യമായിട്ടാണ് ഞാനൊരു സ്മാർട്ട് ഫോണിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണുന്നത്. അതിന്റെ ക്രെഡിറ്റ് ഐക്യു C9 ലൈറ്റ് കൊണ്ടുപോയി. അപ്പോൾ ചിലപ്പോൾ 2024 വേറെ ചില ഫോണുകളിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ടായിരിക്കും, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒഴിവാക്കാമായിരുന്നു. വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് നൽകിയതെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ ചുറ്റുമുള്ള ഈ ബെസലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു ബെസലുണ്ട്. നോക്കി, എസ്പെഷ്യലി ആ ചിഹ്നം എന്നറിയപ്പെടുന്ന താഴ്ഭാഗമൊക്കെ അല്പം കട്ടി കൂടുതൽ. അപ്പോൾ ആവറേജ് സൈസാണ്. ഫോണിന് ചുറ്റുമുള്ള ബെസലും കാര്യമായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ വന്നിട്ട് LCD ഡിസ്പ്ലേ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ചിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 2024 ഈ പറയുന്ന ഒരു 90% മുകളിലുള്ള ഫോണുകൾ LED ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോണുകൾക്ക് വിലയുമുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും LCD ഡിസ്പ്ലേ ആണ് വിലക്കുറവിന് വേണ്ടി നൽകിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഡിസ്പ്ലേ ഒരുപാട് കുറ്റം പറയാനില്ല എന്നുള്ളത് സത്യമാണ്. കാരണം വ്യൂയിങ് ആംഗിളൊക്കെ പക്കയാണ്. LCD ഡിസ്പ്ലേയിൽ തന്നെ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേയും കണ്ടിട്ടുണ്ട്. ഒരു LED ഡിസ്പ്ലേ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള LCD ഡിസ്പ്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ LED അല്ലെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള LCD ആണ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ 4K റെസൊല്യൂഷൻ സപ്പോർട്ടോ അതുപോലെ HDR സപ്പോർട്ടോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിന് 840 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗത്തിൽ ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ചും ആ കാണുന്ന ഒരു ബെസലുമാണ് നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാത്തത്. അതെല്ലാം നമ്മൾ ഫോണിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് വേണം നോക്കിക്കാണാൻ. ക്യാമറ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്കിൽ 2 ക്യാമറകളാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് വൈഡ് ആംഗിൾ സെൻസർ കൊടുത്തിട്ടില്ല. ഓർക്കുക, ഇത് 10,000 രൂപയുടെ ഫോണാണ്. 20,000 രൂപ ഫോണുകളിലും ഇന്ന് ബ്രാൻഡുകൾ വൈഡ് ആംഗിൾ സെൻസർ ഒഴിവാക്കുന്ന കാലമാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു ബോക്കെ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിലായിട്ട് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോണിനകത്ത് കുറച്ച് ഫോട്ടോകൾ എടുത്തു. എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് വേണം നമ്മൾ നോക്കി കാണാൻ. എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കുള്ള ഒരുവിധം ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ തന്നെയാണ് ഈ
ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നത്. എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം, അല്പം കോൺട്രാസ്റ്റ് കൂടിയാണ് ഫോട്ടോ നമുക്ക് തരുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ക്യാമറ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ കളറിന്റെ പ്രോസസ്സിങ്ങും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ചെടിയുടെയൊക്കെ പച്ച കളറുള്ള ചെടിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫോൺ വഴി ഒന്ന് തിരിക്കുമ്പോൾ തന്നെ ആ കാണുന്ന കളർ പല കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുവിധം ഈ പറഞ്ഞ പോലെ ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള ബാക്ക് ക്യാമറ നമുക്ക് ക്വാളിറ്റി നൽകുന്നുണ്ട്. പക്ഷേ സെൽഫി ക്യാമറ തീരെ മോശമാണ്. 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ഫോട്ടോ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് ക്യാമറയ്ക്ക് നല്ല കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിലും സെൽഫി ക്യാമറ തീരെ സോഫ്റ്റ് ആയി പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്ര ഗുണകരമല്ലാത്ത സെൽഫി ഫോട്ടോയും വീഡിയോകളുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്ന് വരുന്നത്. ബാക്ക് വീഡിയോയും വലിയ തരക്കേടില്ലെന്നേ പറയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഈ ഫോണിന്റെ പ്രൈസുമായിട്ട് നോക്കുമ്പോൾ ഈ ക്യാമറ ഓക്കെ എന്ന് വേണം പറയാം. ഫ്രണ്ടിലും ബാക്കിലും വീഡിയോയ്ക്ക് ഫുൾ HD 30 FPS ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അടുത്തിടെ നമ്മൾ തന്നെ വീഡിയോ ചെയ്ത ഏകദേശം 1 ലക്ഷത്തിൽ പുറത്ത് ആളുകൾ കണ്ട ലാവ ബ്ലേസ് X എന്ന് പറയുന്ന ഫോണിലും അതുപോലെ നമ്മളുടെ വീഡിയോ ഇനി വരാൻ പോകുന്ന ഇൻഫിനിക്സ് നോട്ട് 40X എന്ന് പറയുന്ന ഫോണിലും കൊടുത്തിരിക്കുന്ന സെയിം പ്രോസറാണ്. ഓർക്കേണ്ട ഒരു കാര്യം, ആ രണ്ട് ഫോണുകൾക്കും ഈ ഫോണിന്റെ വിലയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന പ്രോസറുമായിട്ട് വരുന്ന ഈ 3 ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ആ പ്രോസസർ ഏറ്റവും വില കുറഞ്ഞ് ലഭിക്കുന്നത് ഈ ഒരു ഫോണിലാണ് എന്ന് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്ന ഒരുവിധം നല്ല പ്രോസർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 10,000 രൂപയാണ് പ്രൈസ് റേഞ്ച്. പക്ഷേ 10,000 രൂപ ഫോണുകൾ കാണുന്ന പ്രോസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫോണിനകത്ത് കാണുന്ന ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എസ്പെഷ്യലി നമുക്ക് വലിയ ലാഗോ ഇഷ്യൂസോ ഒന്നും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വരുന്നില്ല. ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു വിഷയമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും നോർമൽ യൂസിൽ കാണുന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഡിവൈസിൽ BGMI പോലൊരു ഗെയിം പ്ലേയെ പറ്റി പറയുന്നത് വളരെ ശോചനീയമായിട്ടുള്ളൊരു കാര്യമാണ്. കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കളിക്കാൻ പറ്റും, പക്ഷേ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. വളരെ ഒരു ലാഗി ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ടെമ്പിൾ റണ്ണ്, ക്യാൻഡി ക്രഷ് അങ്ങനെയുള്ള ഗെയിമുകളൊന്നും കളിക്കുന്നതിന് യാതൊരു പ്രശ്നവും പറ്റില്ല. പക്ഷേ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകൾ ഈ ഒരു ഡിവൈസിൽ കളിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏതാണ്ട് 4,60,000 പുറത്തുള്ള ഒരു AnTuTu സ്കോർ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നു 5G ആണ് എന്നുള്ളതും ഈ ഒരു ഫോണിന്റെ പ്രത്യേകതയാണ്. അതുപോലെ 6GB റാം 128GB ഇന്റർണൽ സ്റ്റോറേജ് വരെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. റാം ടൈപ്പ് LPDDR4X അതുപോലെ eMMC 5.1 എന്ന് പറയുന്ന സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിന്റെ സൈഡിലാണ് നൽകിയിരിക്കുന്നത്. തരക്കേടില്ലാത്ത സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ ഉണ്ട്, ചിലതിൽ ഇല്ല, എങ്കിലും NFC എന്തായാലും ഇതിലില്ല. അതുപോലെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും ഈ ഒരു ഫോണിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. മൾട്ടിമീഡിയയിലേക്ക് വരുമ്പോൾ എനിക്ക് വീണ്ടും ഒരു കുറവ് ഇതിനകത്തുണ്ട്. അതായത് മോണോ സ്പീക്കറുകളാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിലുള്ള ഫോണുകളിൽ ഇപ്പോൾ സ്റ്റീരിയോ സ്പീക്കറുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിനകത്തെ വാട്ടർ ഡ്രോപ്പ് നോച്ചും അതുപോലെ ഈ പറഞ്ഞ മോണോ സ്പീക്കർ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്, പക്ഷെ വോളിയം ഒരു അല്പം കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. 150% ഹൈ വോളിയത്തിലേക്ക് എത്തിക്കാമെന്ന് IQ അവകാശപ്പെടുന്നെങ്കിലും ഞാനിതിന്റെ വോളിയം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വലിയ സൗണ്ട് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ ചില വില കുറഞ്ഞ ഫോണുകളിലെങ്കിലും വോളിയം കൂട്ടുമ്പോൾ വൈബ്രേഷൻ ബാക്കിൽ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിലില്ല. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയും ഉണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചാർജ് ചെയ്യാൻ എങ്ങനെ പോയാലും നല്ല ഒരു സമയം 15 വാട്ടിൽ ഈ ഒരു ഫോണിൽ എടുക്കും. അതുപോലെ ബ്ലോട്ട് വയസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഇതിനകത്ത് ഇത്തരത്തിൽ വെറും 4 ബ്ലോട്ട് വയസ്സുകളെ എൻ്റെ ഒരു ആദ്യ കാഴ്ചയിൽ കണ്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഇനി എന്തെങ്കിലും അപ്ഡേറ്റിലൂടെ ബ്ലോട്ട് വയസ്സുകൾ കൂടുതൽ കുത്തി കയറ്റുമോ എന്നൊന്നും പറയാൻ അറിയില്ല. എന്ത് തന്നെയാലും ഇത്രയും ബ്ലോട്ട് വയസ്സുകൾ ഇതിനകത്തുള്ളൂ. അതുപോലെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിം സാധാരണ വിവോ ഫോണിലും IQ ഫോണിലും വിവോയുടെ 80,000 രൂപ ഫോണിൽ വരെ കണ്ടിട്ടുള്ള സാധനമാണ്. അതെന്തായാലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല 10,000 രൂപ റേഞ്ചിൽ എന്നുള്ളത് വലിയ കാര്യമാണ്. ഫണ്ടച്ച് OS 14 ആൻഡ്രോയിഡ് 14 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 10,500 രൂപയാണ് ഇതിന്റെ വില. പലപ്പോഴും നമുക്ക് ഓഫർ ഇത് 10,000 രൂപയിൽ താഴെ, കൃത്യമായി പറഞ്ഞാൽ 9,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോൺ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെടാതെ പോകുന്ന വാട്ടർ ഡ്രോപ്പ് നോച്ചും മോണോ സ്പീക്കറും തന്നെയാണ്. ബാക്കിയൊക്കെ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ അക്സെപ്റ്റ് ചെയ്യാം.